കോപ്പി അടിക്കാത്ത പാട്ടുകളുമുണ്ട്, കോപ്പി അടിച്ച പാട്ടുകളുമുണ്ട്. കോപ്പി അടിച്ച പാട്ടിനെ വ്യക്തമായിട്ട് ഞാൻ തന്നെ തുറന്ന് പറയാറുമുണ്ട്. തുറന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ കോപ്പി അടിച്ചിട്ടില്ലെങ്കിൽ അത് അടിച്ചിട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി എനിക്ക് കുറച്ചുകൂടി കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്ക് താല്പര്യമില്ല. കോപ്പി അടിക്കുന്നത് പല സാഹചര്യങ്ങളുകൊണ്ടാണ്. ഒന്ന് ആ ഒറിജിനലിനോടുള്ള ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട്, പിന്നെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുമ്പം ഞാൻ തന്നെ പറയുന്നുണ്ട്, ഇത് നത്തിങ്. ഇപ്പോൾ സ്വരങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്ത് വെച്ച് ഒരു പുതിയ രീതിയിലൊരു പ്രസൻറ്റേഷനാണ് മ്യൂസിക് ഡയറക്ഷനിൽ കമ്പോസർ ചെയ്യുന്നത്. ഈ സ്വരങ്ങൾ ഓൾറെഡി ഉള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിതം ഓൾറെഡി ഉള്ളതാണ്. ഇപ്പോൾ ഒരേ പാട്ടിന് ഇപ്പോൾ ഒരു കച്ചേരിക്ക് വായിക്കുന്ന മൃദംഗത്തിൻ്റെ നട, അതേ നട തന്നെ 10 പാട്ടുകൾക്കും അതേ നട തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു തെറ്റല്ല. അതേ സെയിം ടൈം സ്വരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് ഇതിലുണ്ടാകുന്നത്. അതിന് മാക്സിമം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മാറ്റി തന്നെയാണ് ചെയ്യുന്നത്. അതിൽ സാദൃശ്യങ്ങൾ വരുന്നത് സാദൃശ്യം ആയിട്ട് തന്നെ ചെയ്തതാണെന്ന് ഞാൻ തന്നെ വ്യക്തിപരമായി സമ്മതിക്കുന്ന ഒരു കാര്യമാണ്.